മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ആയത്ത് ഓതുന്നവന് സ്വർഗത്തിൽ പോകാൻ ഒരു തടസ്സമേ ഉള്ളൂ. അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ തടസ്സമേ ഉള്ളൂ. ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല ഇവിടെ പറയുന്ന ഒറ്റ തടസ്സം, സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. മരിക്കാതെ പോകാൻ പറ്റുമോ? ഇല്ല. സ്വർഗത്തിൽ പോകണം, മരിക്കണം. മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് പോകാൻ പറ്റൂല. അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം. അപ്പൊ നിന്റെയും സ്വർഗത്തിന്റെ ഇടയിലാകെ ഉള്ള മറ എന്താ? മരിക്കണം, പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ആയത്തോതണം, മരിക്കണം, സ്വർഗത്തിൽ പൊക്കോണം. അവിടെ വെച്ച് കണ്ട നമ്മളെ തിരിച്ചറിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഏതായത്ത്? ആയത്തുൽ കുർസി. ഏതായത്ത് ഒന്ന് ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർള് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ഓതാൻ അറിയത്തില്ലേ? അറിയണവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അപ്പോൾ ഒരു നന്മ പഠിച്ചു. ഇനി ഇത് ചെയ്തില്ലെങ്കിൽ അതിനടി വേറെ കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരു നന്മ പഠിച്ചല്ലോ. ഈ ആയത്ത് നിനക്കറിയാം. ഈ ആയത്ത് ഓതിയാ കിട്ടണ പ്രതിഫലം നീ പഠിച്ചു. ഇന്നു മുതൽ ഇത് ഓതിയില്ലെങ്കിൽ അതിന് വേറെ കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. വേലി കടന്ന പാമ്പിനെ എടുത്ത് തോളിലിട്ടെന്ന് പറയത്തില്ലേ? അതാ ഇപ്പം ചെയ്തേ. അതുകൊണ്ട് ഇന്നു മുതൽ മരിക്കണ കാലം വരെ 5 വഖത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരായത്തിൽ കുറിച്ച് ഓദിക്കും. ഇല്ലേ ഉസ്താദെ, വീട്ടിൽ ശൈത്താൻ കയറി എന്ന് പറയത്തില്ലേ? ഉസ്താദെ, വീട്ടിൽ എന്തോ ശൈത്താൻ്റെ ഉപദ്രവമുണ്ട് ഉസ്താദെ, ഇത് വീട്ടിൽ ഓതണം. ഉസ്താദെ, വീട്ടിൽ എന്തോ ശൈത്താൻ്റെ ഉപദ്രവമുണ്ട് ഉസ്താദെ, പൈസ ചിലവൊന്നുമില്ല. ഈ ആയത്ത് ഓതിയാൽ പോരെ, ശൈത്താൻ ഇറങ്ങിപ്പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ആയത്ത് ഓതിയാൽ മതി. നിങ്ങൾ ഇന്ന് വഴുത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ ഈ ആയത്തിൽ കുറിച്ച് നിങ്ങളുടെ വീടിൻ്റെ വാതിലിൽ നിന്ന് ഓതിയ ആ വീടിനകത്ത് കൂടിയിരിക്കണ ശൈത്താൻ മക്കളെ വിളിച്ചിട്ട് പറയും, ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല, വേറെ വീട് നോക്കിക്കൊള്ളാൻ. ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും. അള്ളാഹു ഇറക്കി വിടാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇറക്കി വിടുവോ? അതെങ്ങനെ ഉസ്താദെ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്രയ്ക്കും വലിയ ബന്ധമല്ലേ? ഓനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ സമാധാനം കിട്ടുമോ? ശൈത്താനും ഞാനും തമ്മിൽ അതാണ്. ചിലർ ഈ ജംറയിൽ പോയി കല്ലെറിയ. ആരെ എറിയണ? ശൈത്താനെ. ജംറയിൽ പോയി കല്ല് പറക്കി എറിയുമ്പോൾ ശൈത്താൻ ചോദിക്കുക, അളിയ നീ എന്നെ എറിയുന്നോടാ, നമ്മൾ തമ്മിൽ ഇത് വേണമെന്ന്. അതുപോലെ നിങ്ങൾ വീട്ടിൽ പോയി ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ ഇബ്ലീസ് ഇറങ്ങിപ്പോകും അല്ലേ? അപ്പം പിന്നെ അവനെ ഇറക്കി വിടാൻ നമ്മൾ പലർക്കും മനസ്സും ഇല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാരാ പറഞ്ഞെന്നറിയോ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ കുറച്ചു സാധനത്തിന് കാവൽ നിർത്തി. രാത്രി നോക്കുമ്പോൾ ഒരാൾ തലയിൽ കൂടെ തുണി ഇട്ടിട്ട് ചാക്ക് നിറയ്ക്കുക. ഫാൻ വേണ്ടപ്പോൾ ചാക്കിനകത്ത് നിറയ്ക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പിടിച്ചു, വാ നബിയുടെ മുന്നിൽ പോകാൻ. കള്ളം വടാ, കള്ള അതിനെ ഞാൻ കൊണ്ടുപോകുമ്പാ. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ പട്ടിണിയാ, ദാരിദ്ര്യമാ, അതുകൊണ്ട് വന്നെടുത്തതാ. ഇപ്പൊ സങ്കടം പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ പാവപ്പെട്ടവനാ, പൊക്കോളാൻ പറഞ്ഞു. എല്ലാവരും ഇട്ടിട്ട് പോടാന്ന് പറഞ്ഞു വിട്ടു. 2ാമത്തെ ദിവസം രാത്രി നോക്കുമ്പോൾ വീണ്ടും വാരുണ്. അന്നും പിടിച്ചു. പറഞ്ഞ എൻ്റെ ഭാര്യയും മക്കളും വിശന്ന് കിടന്ന് കരയുന്ന സങ്കടം കൊണ്ട് വന്നത് അബൂ ഹുറൈറ, എന്നെ കൊണ്ടുപോരുത്. അപ്പോഴും പറഞ്ഞു ഇട്ടിട്ട് പോകാൻ. 3ാമത്തെ ദിവസം ഓൻ വന്ന്. അപ്പം പിടിച്ചു. ഇനി കരഞ്ഞിട്ട് കാര്യമില്ല, വാ നബിയുടെ അടുക്ക പോകാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ നീ എന്തായാലും എന്നെ വിടില്ല എന്നറിയാം. അപ്പം അബൂ ഹുറൈറ തങ്ങളോട്, ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞു തരാം, ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു തരാം, ഇത് ഓതിയാൽ മതി, ശൈത്താൻ്റെ ഷർറ് മാറും, ശൈത്താൻ്റെ ശല്യം മാറും. ഞാൻ നിനക്കൊരു ആയത്ത് പറഞ്ഞുതരാം. ഇൽമെന്ന് കേട്ട അബൂ ഹുറൈറ തങ്ങൾക്ക് വലിയ ആർത്തിയ. ഇപ്പം എന്താന്ന് ചോദിച്ചു, പറഞ്ഞു കൊടുത്തു, വെറുതെ വിട്ടു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ കള്ളനെ വെറുതെ വിട്ടു ഇല്ലേ? നബിയെ, ആദ്യത്തെ 2 ദിവസം ഓൻ്റെ കരച്ചിലും നിലവിളിയും കേട്ടിട്ടാ വിട്ടേ. പക്ഷെ 3ാമത് ഞാൻ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ എനിക്ക് ഓനൊരു ഇൽമു പറഞ്ഞു തന്നു. അപ്പം എന്താ? ശൈത്താനെ വരട്ടാൻ, ശൈത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയത്ത് പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓൻ പറഞ്ഞത്, ഓൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യാന്നാ പറഞ്ഞത്. ഓൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ.
എന്താ പറഞ്ഞ നബി? ആയത്തിൽ കുർസി ഓതിയാൽ ഇബ്ലീസിന്റെ ഷെർറു മാറും അവൻ എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ നബിത്തങ്ങൾ ചോദിച്ചു, അവൻ ആരാണെന്ന് നിനക്കറിയോ? ഇല്ല, അറിയില്ല നബിയെ. അത് ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിഗിന റസൂലുള്ളാഹി. അപ്പൊ ഇത് പറഞ്ഞു കൊടുത്ത ആരാ? ഇബ്ലീസ് തന്നെയാ തന്നെ പൂട്ടാനുള്ള വഴി പറഞ്ഞു തന്നിരിക്കണേ. അപ്പൊ എന്ത് ചെയ്യാ? ഇന്ന് വീട്ടിൽ ചെന്ന് ആയത്തിൽ കുറിച്ച് ഓതുക. വീടിനകത്ത് കൂടിയിരിക്കണ ആ ശൈത്താൻ ഇറങ്ങിപ്പോകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ഇന്നത്തെ ദിവസം മുതൽ, ഇന്ന് ഓതി, നാളെ മുതൽ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യ്. അള്ളാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതിലെ ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മസ്ജിദ്, അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. അള്ളാഹുവിൻ്റെ പള്ളികൾ, ആ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ നമ്മൾ കരയുന്നത് പോലെ പള്ളി കരയും. പള്ളി കരയാൻ തുടങ്ങിയാൽ പിന്നെ ആ നാട് നശിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് കാക്കുമാറാകട്ടെ. 1.5 കൊല്ലമായി പള്ളി കരയാൻ തുടങ്ങിയിട്ട്, ഇല്ലേ? കൊറോണ വന്നതിന് ശേഷം ഇപ്പം അങ്ങോട്ട് നമ്മൾ പോക്ക് തന്നെ ഇല്ല. പള്ളിയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ലല്ലോ. സാമൂഹിക അകലം ഉണ്ടെങ്കിൽ ഇന്ന് പള്ളിക്കകത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കൊറോണ പള്ളിക്കകത്താ ജീവിക്കുന്നത്. ആ കൊറോണയെ നമ്മൾ പേടിക്കണം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇല്ലേ മനുഷ്യന്മാരെ? എന്തുവായിരുന്നില്ലേ ഉസ്താദന്മാരെ? കൊറോണ വന്നപ്പോ ഗവൺമെന്റ് പറഞ്ഞു, ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു, ഇനി പള്ളിയിൽ നിസ്കാരമില്ല. പള്ളിയിലെ ഉസ്താദന്മാര് മാത്രം നിസ്കരിച്ചാൽ മതി. എന്തൊരു കരച്ചില്! ബാങ്ക് വിളിക്കുമ്പോൾ വരെ കരയായിരുന്നു. ഇല്ലേ, ബാങ്ക് വിളിക്കണ സമയത്ത് വരെ കരയുന്ന വീഡിയോ. ഒളിച്ചും പാത്തും ഒക്കെ അത് ജുമാ നിസ്കരിച്ച് പോലീസ് വന്ന് പൊക്കി. ഒളിച്ചും പാത്തും നിസ്കരിച്ചു. പിന്നെ കേസെടുത്തു എത്രയോ പള്ളികൾ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു 40 പേർക്ക് നിസ്കരിക്കാം. എവിടെ? ഇപ്പൊ പള്ളിയിൽ ആളുണ്ടോ? ഇല്ല. നമുക്ക് പേടിയായി. ഇതാ മനുഷ്യന്റെ അവസ്ഥ. എടാ, അള്ളാടെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി കരയും. പള്ളി കരഞ്ഞാ പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2, ഖുർആൻ കരയും. നിന്റെ വീടിൻ്റെ അകത്ത് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് അടുക്കി വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഖുർആൻ. ആരാപ്പ എടുത്ത് ഓതണത്? നമ്മുടെ വീടിൻ്റെ അകത്ത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ കൊണ്ടുവന്ന് അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആരാപ്പ അത് എടുത്ത് തുറന്നു നോക്കാം? ചെലന്തി വല അടച്ചിരിക്കുന്ന ഖുർആനില്ലേ ചില വീടുകളിൽ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് തുറന്നു നോക്കാതെ ഓതാതെ വരുമ്പോ അതവിടെ ഇരുന്ന് കരയും. ആ കണ്ണുനീര നിന്റെ വീടിൻ്റെ സർവ്വതും തകർത്ത് കളഞ്ഞത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് ശപിക്കുകയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാണുമ്മാ. എന്തുകൊണ്ട് നിനക്കൊന്ന് തുറക്കാൻ? എന്തുകൊണ്ട് നിനക്കൊന്ന് തുറക്കാൻ? ഈ സദസ്സിലിരിക്കുന്ന പലരും ഖുർആൻ ഓതുന്നവരാണ്. പക്ഷേ ഖുർആൻ നോക്കി നമ്മൾ ഓതാറില്ല. അധികം പേരും മൊബൈൽ എടുത്ത് വെച്ച് ഓതുന്നവരാണ്. മൊബൈൽ നോക്കിയിട്ട് ഖുർആൻ ഓതുന്നവർ, കാണാതെ ഖുർആൻ ഓതുന്നവർ. എന്തേ മനുഷ്യ, നിനക്ക് ബുദ്ധിയില്ലാതെ പോയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാ. 5 കാര്യങ്ങളിൽ നോക്കിയാൽ ഇബാദത്താ, ഇബാദത്തിന്റെ കൂലിയുണ്ട്. അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. ഉസ്താദേ, എന്റെ കണ്ണിന് രോഗമാണെന്ന് പറയുന്നവര് ഈ 5 കാര്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ കണ്ണിന്റെ കാഴ്ച കുറയൂല. നിനക്ക് ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇവർ രണ്ടുപേരും കൂടെ അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബിന്റെ അർശിന്റെ നേരെ താഴഭാഗത്ത്, ഈ ലോകത്തിന്റെ മധ്യഭാഗത്ത് പണിതിരിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച ആ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ നെഞ്ചു ചേർത്ത് വെച്ച് കരഞ്ഞുകൊണ്ട്
ചെയ്ത പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിലേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ നോക്കിക്കൊണ്ടിരുന്നാൽ നോക്കുന്ന സമയം അത്രയും ഇബാദത്തിന്റെ കൂലിയാ, ഇബാദത്തിന്റെ കൂലിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നോട്ടം വെറുതെയാകില്ല, ആ നോക്കിക്കൊണ്ടിരിക്കുന്നത് വെറുതെയാകില്ല. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, നോക്കിയാൽ പ്രതിഫലം കിട്ടുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമുണ്ടല്ലോ വാപ്പാ, അത് കണ്ടുകൊണ്ടിരിക്കണം, അത് നോക്കിക്കൊണ്ടിരിക്കണം. ഓതാൻ അറിയില്ലെങ്കിലും നിന്റെ കണ്ണിന് കാഴ്ചയുണ്ടല്ലോ, നിനക്കൊന്ന് നോക്കിക്കൂടെ, നിനക്കൊന്ന് നോക്കിക്കൂടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാ. അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. പടച്ചവനെ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമാണ്, രണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നമ്മളെ നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മയുണ്ടല്ലോ, 9.5 മാസക്കാല ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ഉമ്മയുടെ മുഖത്ത് നോക്കണേ, ഉമ്മയുടെ മുഖത്ത് നോക്കണേ, ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കണേ. ആ നോട്ടം വെറുതെയാകില്ല, നിനക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരിക്ക്, ആ നോട്ടം വെറുതെയാകില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും നോക്കിക്കൊണ്ടിരിക്ക്, നിനക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ട്. 3, ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കുക, ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാപ്പ ഉമ്മയുടെ മുഖത്ത് നോക്കുക? പ്രായം ചെന്ന് മുടിയൊക്കെ നരച്ച ഇനി ആ ഉമ്മമായ നോക്കിയിരുന്നിട്ട് എന്ത് കിട്ടാനാ? നമ്മൾ ആരും ഉമ്മയുടെ മുഖത്ത് നോക്കാറില്ല, കാരണം നമുക്ക് സമയമില്ല, നമ്മൾ വലിയ തിരക്കുള്ളവരാ, നമുക്കതിനൊന്നും സമയമില്ലല്ലോ. എവിടെയോ രോഗം പിടിച്ച് കിടക്കുന്നുണ്ട്. അല്ലാഹു ആലം, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉമ്മാനെ നോക്കാൻ പോയിട്ട് തിന്നാൻ കൊടുക്കണില്ലല്ലോ, പിന്നല്ലേ നോക്കണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ഉമ്മയെ നോക്കണം, നമ്മുടെ ഉമ്മയെ സ്നേഹിക്കണം, ഉമ്മയ്ക്ക് ഉമ്മ കൊടുക്കണം. എവിടെ അപ്പോൾ ഉമ്മ കൊടുക്കേണ്ട? ഉമ്മായിക്ക് എവിടെ ഉമ്മ കൊടുക്കേണ്ടത്? ഉസ്താദ് പെണ്ണുമ്പിള്ളയ്ക്ക് കൊടുക്കേണ്ടത് എവിടെയാന്ന് ചോദിച്ചാൽ പറഞ്ഞു തരും. എടാ, ഉമ്മായിക്ക് ഉമ്മ കൊടുക്കേണ്ടത് എവിടെയാ? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ മനുഷ്യ. ഈ അടുത്ത കാലത്തെങ്ങാണ് ഉമ്മായിക്കും ഒരു ഉമ്മ കൊടുത്ത മക്കളൊന്ന് കൈവക്കിക്കേ. വേണ്ടപ്പ, എനിക്ക് നാണം കെടാൻ വയ്യ, എന്തിനാ വെറുതെ. അള്ളാഹു കാക്കുമാറാകട്ടെ. സ്വന്തം ഉമ്മായിക്കൊരു ഉമ്മ കൊടുക്കാൻ നമുക്കൊണ്ട് കഴിയണില്ല, നമുക്ക് സമയമില്ല, തിരക്ക് ഇല്ലേ? മക്കൾക്ക് കൊടുക്കാൻ സമയമുണ്ടല്ലേ? ഭാര്യയ്ക്ക് കൊടുക്കാൻ സമയമുണ്ട്. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്നു പ്രസവിച്ച ആ ഉമ്മയുടെ കാലിനടിയിലെ മനുഷ്യ സ്വർഗം കിടക്കണേ. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മാനോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ചില മക്കളുണ്ട്, എവിടെ പോയാലും ഉമ്മാനോട് പറയും. ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ യാത്രയ്ക്ക് പോകുമ്പോൾ ഉമ്മാനോട് ചോദിച്ചു, ഞാൻ തിരിച്ചു വരുമ്പോൾ എന്ത് കൊണ്ടുവരണം ഉമ്മ? ഒന്നും വേണ്ട മോനെ. ഇല്ല ഉമ്മ, എന്ത് വേണം? എന്നാൽ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വരണം. സ്വർഗത്തിലെ നീ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരണം. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ഉമ്മയോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നവരെ എന്തിനാ ഉമ്മ കാത്തിരിക്കണേ? ഉമ്മ ഒന്ന് കാല് പൊക്കാൻ പറഞ്ഞു. തൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നിട്ട് ഉമ്മയുടെ കാല് പൊക്കാൻ പറഞ്ഞു. പൊക്കി കാലിൽ ചുംബിച്ചു. ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരി കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മായുടെ മുഖത്ത് നോക്കാൻ സമയമില്ല. ഉമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കാം. ഉമ്മാടെ നെറ്റിത്തടത്തിലാണ് ഉമ്മ കൊടുക്കണ്ടേ. ഉമ്മാടെ 2 കണ്ണുകൾക്കിടയിൽ ചുംബനം കൊടുക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന് പോയി കൊടുത്തു നോക്ക്, അപ്പം അറിയാം അതിൻ്റെ സുഖം എന്താണ്. ഉമ്മായിക്ക് ഭക്ഷണം വാരി കൊടുക്കണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം ഉമ്മായിക്കോ വാപ്പായിക്കോ ഒത്തിരി ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കിക്കേ. സുബ്ഹാനല്ലാഹ്, നീ നിന്നെക്കുറിച്ച് ചിന്തിക്കും മനുഷ്യ. സ്വന്തം പെറ്റ തള്ളയ്ക്ക് എത്ര വട്ടം എനിക്ക് നിങ്ങൾക്കും വാരി തന്നിട്ടുണ്ട് നമ്മുടെ ഉമ്മമാര്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് എത്ര പ്രാവശ്യം ഭക്ഷണം വാരി തന്നിട്ടുണ്ടെന്നറിയോ? എന്ത് പ്രതിഫലം എന്നറിയോ? എന്ത് പ്രതിഫലം എന്നറിയോ? നിനക്കതറിയില്ല.
എടാ, ഉമ്മായിക്ക് ഭക്ഷണം വാരി കൊടുത്ത അള്ള തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്വഹാബി പടച്ചവനെ സ്വർഗത്തിനകത്തിരിക്കുക. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരനാണ്. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിലെ ഭക്ഷണമാണ് കഴിക്കണത്. ഹാരിസത്ത് ബിൻ നുഅ്മാൻ, വേറെ ആരുമില്ല. ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് മലക്കുകൾ പോലും പറഞ്ഞു ആ സഹാബിയുടെ പേര്. ആ സഹാബിയുടെ പേര് പോലും മലക്കുകൾക്കറിയാം, അത്രയും പരിചയം. അള്ളാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം വാരിക്കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. സ്വർഗത്തിലെ ഭക്ഷണം ആ സഹാബിക്ക് നാളെ വാരിക്കൊടുക്കുമെന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഇന്നലെ ഞാൻ സ്വർഗത്തിൽ വെച്ച് ഹാരിസത്ത് ബിൻ നുഅ്മാനിനെ കണ്ടു. എത്ര വലിയ പ്രതിഫലം എന്നറിയോ? സ്വർഗത്തിലെ അള്ളാഹു ഭക്ഷണം കൊടുക്കുന്ന സഹാബിയ. ഇത് പറഞ്ഞപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എന്ത് ചെയ്തത് കൊണ്ടാണ് ഈ സഹാബിക്ക് ഇത്രയും വലിയ പ്രതിഫലം കിട്ടിയേ? നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു ഭക്ഷണം വാരി തരണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്തു, കദാക്കൽ ബിർറു. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മകനായിരുന്നു. ഹാരിസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയ്ക്ക് എപ്പോഴും ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു. ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കും. ആ ഭക്ഷണം വാരി കൊടുത്തതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ സ്വർഗത്തിൽ അല്ലാഹു നമുക്ക് ഭക്ഷണം തരും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആർക്ക് ഭക്ഷണം വാരി കൊടുത്ത? ആർക്ക് വാരി കൊടുത്ത? നിങ്ങളുടെ നാവ് കൊണ്ട് പറ, കേക്കട്ടെ. ആർക്ക് വാരി കൊടുത്ത? ഉമ്മ ജീവിച്ചിരിപ്പുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്കിക്കേ. നീ നിന്നെക്കുറിച്ചൊന്ന് ചിന്തിക്ക്. ഞാൻ വിചാരിച്ച് കൈവക്കാതെ വന്നപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവുമെന്ന്. സത്യം ഞാൻ പറയാം, നിങ്ങളുടെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ടാകും, അതുകൊണ്ടാണ് നിങ്ങൾ ഉമ്മ കൊടുക്കാത്തത് എന്ന് ഞാൻ ചിന്തിച്ചു. എടാ മനുഷ്യ, അല്ലാഹു അഅലം, നീ നിന്റെ ഈ കൊടും പാപം മാറണമെങ്കിൽ ഇന്ന് വഴുത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഉമ്മാടെ റൂമിൽ പോകണം. ഉമ്മച്ചിയുടെ റൂമിൽ പോയിട്ട് ആ രോഗം പിടിച്ച് തൊലിയൊക്കെ ചുളുങ്ങി കിടക്കണം ഉമ്മാടെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കണം ഉമ്മായെ. ഉമ്മാടെ കവിളിത്തടത്തിലൊരു ഉമ്മ കൊടുക്കണം. എന്നിട്ട് ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ നീ ഉമ്മാടെ അടുക്ക പോയി ചോദിക്കണം, ഞാൻ ഇത്തിരി വാരി തരട്ടെ ഉമ്മ. എന്നിട്ട് നീ ഇത്തിരി ഭക്ഷണം ഒന്ന് വാരി നീണ്ട് ഉമ്മാടെ വായിൽ വെച്ചുകൊണ്ട് കണ്ണ് നിറയും മനുഷ്യ. അള്ളാഹു നമ്മുടെ ഉമ്മയുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ നമ്മൾ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മയുടെ മുഖത്ത് നോക്ക്, ഇബാദത്തിൻ്റെ കൂലിയ. മറ്റൊരു ഹദീസിൽ കാണാം 2 കാര്യങ്ങൾ. സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് അതിൽ നോക്കണമെന്ന്. സംസം വെള്ളം ചുമ്മാ എടുത്ത് കുടിച്ചാൽ പോരാ, കുടിക്കുന്നതിന് മുമ്പ് അതിനകത്തൊന്ന് നോക്കണം. ഇബാദത്തിൻ്റെ കൂലിയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 5ാമത്തെ കാര്യം, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കല്. ആലിമീങ്ങളുടെ മുഖത്ത് നോക്കല്. ഉസ്താദന്മാരെന്ന് ഞാൻ പറയണില്ല, ആലിമീങ്ങൾ, പണ്ഡിതന്മാരൊക്കെ നിങ്ങൾക്ക് കത്തിപ്പറ്റ ഉസ്താദൊക്കെ ഇവിടെ അടുത്തുള്ളവരല്ലേ. അങ്ങനെയുള്ള വലിയ വലിയ മഹത്തുക്കളായ ആലിമീങ്ങൾ, ആ ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയാൽ മതി ഇല്ലേ. എന്തൊരു ഇന്നും ശംസുൽ ഉലമയുടെ ഒക്കെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കുളിർമ തോന്നുക, ഇതെന്താ അല്ലാന്നല്ലേ. പടച്ചോൻ അവരുടെയൊക്കെ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു കുളിർമയാണ്. ആലിമീങ്ങളുടെ മുഖത്ത് നിങ്ങൾ നോക്ക്, ഇബാദത്തിൻ്റെ കൂലിയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഓതണം. കണ്ടോത്. ഈ അടുത്ത് ഞാനൊരു കടയിൽ പോയി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ കടയിൽ കച്ചവടമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, മോനെ നീ ഒരു യാസീൻ ഓത് കടയ്ക്കകത്ത് കയറുമ്പോൾ. എല്ലാ ദിവസവും നീ കടയ്ക്കകത്ത് കയറുമ്പോൾ ഒരു യാസീൻ ഓതണം. ഞാൻ ഓതുന്നുണ്ട് ഉസ്താദെ. ഞാൻ ചോദിച്ചു, ആരും ഓതുന്നുണ്ട്? മൊബൈൽ ഓതുന്നുണ്ട്, ഓണാക്കി വെച്ചിരിക്കുക. അങ്ങനല്ല, ഇവിടെ മൊബൈലിൽ നോക്കിയല്ല ഖുർആൻ ഓതേണ്ടത്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ കണ്ണുകൊണ്ട് നോക്കി ഓത്. എടാ, കാണാതെ ഓതിയ ഒരു പ്രതിഫലം, ഇരിക്കണ ഹാഫിളീങ്ങൾ പഠിക്കണ മക്കൾ കാണാതെ ഓതിയ ഒരു പ്രതിഫലം, പക്ഷെ കണ്ടോതിയ 2 പ്രതിഫലം. 1 ഖുർആൻ ഓതിയ പ്രതിഫലം, 2 നോക്കി ഓതിയ പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ മഗ്രിബ് കഴിഞ്ഞാൽ ഖുർആൻ ഓതല. മഗ്രിബ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും വീടിനകത്തിരുന്ന് ഖുർആൻ ഓതും. ഇപ്പോഴുണ്ടോ? പണ്ട് മഗ്രിബ് നിസ്കാരം റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കാം. മഗ്രിബ് കഴിഞ്ഞ് വീടിനകത്ത് യാസീൻ ഓതും, വാഖിയ ഓതും, സജദ ഓതും, സൂറത്തുൽ മുൽക്ക് ഓതും. ഇല്ലേ, എന്തെല്ലാം സൂറത്തുകൾ മഗ്രിബ് കഴിഞ്ഞ് പാരായണം ചെയ്യുന്നത് കേട്ടു വളർന്നവരാ നമ്മൾ.
പക്ഷെ ഇന്ന് നമുക്ക് ഖുർആനുമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മൾ ഓതുന്നില്ല, പഠിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇന്ന് വരെ ചെയ്തത് മുഴുവനും അള്ളാഹു പൊറുത്തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു പൊറുത്തരുമാറാകട്ടെ. ഞാൻ അള്ളാൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം. അള്ളാൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഓതിയ നിങ്ങൾ ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും അള്ളാഹു പുറത്തു തരും. നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഓതുവോ? ചുമ്മാ പറഞ്ഞാൽ പോരാ, ഓതുവോ ഇല്ലേ? 2 പ്രതിഫലമാവുള്ളത്. ഖുർആൻ ഇനിയിപ്പോൾ ഓതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോട്ടെ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഒരു ആയത്ത് പറഞ്ഞു തന്നാ. ഇപ്പോൾ സൂറത്ത് ഓതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ആയത്ത് പറഞ്ഞു തരട്ടെ. അള്ളാൻ്റെ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞുതരാം. സൂറത്ത് പോട്ട്. നിങ്ങൾ തിരക്കുള്ളവരല്ലേ? അള്ളാൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളത് ഓതിയ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ഖുർആനിലെ ഒരൊറ്റ ആയത്ത് ഓതിയാൽ മതി, സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ഒന്ന് കൈപൊക്കിക്കുക. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ പൊക്കിക്കോ. ഞാൻ ദുആ ചെയ്യാൻ പോവാ. അള്ളാഹുവേ, നിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെ ഈ കൈപൊക്കിയോ ഇവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, മരിക്കുന്ന സമയം ഈ കൈപൊക്കിയതിൻ്റെ പ്രതിഫലമായ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അള്ളാഹുവേ, മരിക്കുന്ന കാലം വരെ ഈ ഉയർത്തിയ കൈ ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അള്ളാഹുവേ, നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ വലത് കൈകൊണ്ട് വാങ്ങാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചോനെ. അള്ളാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ ഈ ഉയർത്തിയ കൈ കൊണ്ട് വാങ്ങിച്ചു കുടിക്കാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. കൈ പൊക്കാത്തവന് നീ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. ആമീൻ പറ. കാരണം അവനറിയ ഇത് പറഞ്ഞിട്ട് പോലും ഒരായത്ത് ഓതട. സൂറത്തൊന്നും ഞാൻ പറഞ്ഞില്ല. ഖുർആനിലെ ഒരായത്ത് ഓതിയ നിനക്ക് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞിട്ട് പോലും ഓതാൻ മനസ്സില്ലാത്തവൻ, ഓനെക്കുറിച്ച് ഞാൻ എന്തു പറയാനാ? അവനെക്കുറിച്ചൊരു പ്രതിഫലം പറയട്ടെ. ഓനൊരു പ്രതിഫലമേ ഉള്ളൂ. ഓൻ മരിക്കാൻ കിടക്കുക. അവൻ ഈ ദുനിയാവിൽ എവിടെയെങ്കിലും കിടന്ന് മരിക്കാൻ കിടക്കുമ്പോൾ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു കൊടുക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരെങ്കിലൊക്കെ വന്ന് പറയും, വീട്ടുകാരോ ഉസ്താദന്മാരോ കുടുംബക്കാരോ ആരെങ്കിലും ആകട്ടെ, നീ ഈ ദുനിയാവിൽ എവിടെ കിടന്നു മരിച്ചാലും നിനക്ക് ആര് ഷഹാദത്ത് കലിമ പറഞ്ഞു തന്നാലും നിന്റെ നാവ് പൊങ്ങൂല. നിന്റെ മരണം വഴി അള്ള പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നീ ചാകുമ്പോ ഇത് പറഞ്ഞിട്ടേ മരിക്കത്തുള്ളൂ. അള്ള പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ഉസ്താദന്മാരിയ്ക്കുന്നുണ്ട്, അർത്ഥം ചോദിച്ചാൽ മതി. അള്ളാഹു പറയുകയാ, ഇത് പറഞ്ഞിട്ട് പോലും നിനക്ക് നന്നാകാൻ നിന്റെ മനസ്സിലല്ലോ, അഹങ്കാരം ഉണ്ടല്ലോ. ഇത്രയും നേരം ഞാൻ ഖുർആനിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരായത്തോതിയ സ്വർഗത്തിൽ പോകുമ്പോടാ ഒരു ഇൻഷാ അല്ലാ പറ. അതിനു പോലും മനസ്സില്ലെങ്കിൽ നീ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുന്നവരോട് നീ തന്നെ പറയും അന്നഹും കാനൂ കാഫിരീൻ, ഞാൻ കാഫിറായിട്ടാ ചാകുന്നതെന്ന് നീ പറഞ്ഞിട്ടേ മരിക്കൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ. ഓൻ തന്നെ ഇത് പറയും. അവൻ്റെ മരണമൊഴിക്ക് വിലയുണ്ടെന്ന് ഖുർആനാ പറഞ്ഞേ. നീ തന്നെ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് മരിക്കും. അള്ളാഹു ആ കൂട്ടത്തെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരൊറ്റ ആയത്തോതാമെന്ന് നിയത്ത് ചെയ്യുന്നവർ കൈപൊക്കിക്കേ. ഇപ്പം 2 കൈയും പൊക്കി. ഇത് ആദ്യം പൊക്കിയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിക്കണമായിരുന്നു. ഇതാദ്യം നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും കഠിനമായിട്ടുണ്ടെങ്കിൽ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അതായിരിക്കണം ഉസ്താദന്മാർ. നിങ്ങൾ ചോദിച്ചു നോക്കുക അതിൻ്റെ അർത്ഥം തന്നെയാണ് ഞാൻ പറഞ്ഞത്. വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ഖുർആൻ പറഞ്ഞതാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പോൾ ഈ കൈ പൊക്കിയ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം പറയട്ടെ. നിങ്ങൾ VIP കളാ, നിങ്ങൾ ലോക്കലൊന്നുമല്ല. ഈ കൈ പൊക്കിയ നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ദുആ ചെയ്യാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചിലരിങ്ങനെ വാച്ചി നോക്കണം. 11 മണിയായോപ്പാ, 10:30 ആയതല്ലേ അപ്പോൾ ഉള്ളൂ. ഇനിയുണ്ടല്ലോ 15 മിനിറ്റ് ഇൻഷാ അല്ലാ. അപ്പോൾ ആ പ്രതിഫലം പറയട്ടെ ഇൻഷാ അല്ലാ. പണ്ടെങ്ങാണ്ട് ഞാൻ ഇവിടെ ഇരിക്കുക വയലിന് വന്നിട്ടില്ലേ? അപ്പം അടുത്തല്ലേ? എത്ര വർഷമായിട്ടുണ്ടാവും?
4 കൊല്ലം മുമ്പൊന്നുള്ളവരെ കൊണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. വാ, താഴെ ഇരിക്കണ ചങ്ങായി കൊണ്ട് കയറിക്കോ, നിന്റെ കാര്യമോ പറയാൻ പോണേ, ഇങ്ങോട്ട് വാ, ഇനിയുള്ളത് കേട്ടോ ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. താഴെ നിൽക്കുന്ന ചങ്ങാതിയോട് കയറാൻ പറഞ്ഞപ്പോൾ ഓന് വയ്യ. ഓൻ പറയണത് പടച്ചോന് പിന്നെ വേറെ വഴിയില്ല അല്ലേ. എടാ, നാളെ ഈ പാവപ്പെട്ട ഉസ്താദ് ഇവിടെ വഴുതു പറയുമ്പോൾ നീ കേൾക്കാവുണ്ടാവണമെന്നില്ല, ചിലപ്പോൾ പള്ളിക്കാട്ടിലായിരിക്കും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. മനുഷ്യൻ അത്രയല്ലേ ഉള്ളൂ, മനുഷ്യൻ അത്രയല്ലേ ഉള്ളൂ. ഇന്ന് കണ്ടവന് നാളെ ഇല്ല. ഒരു രോഗവും ഇല്ലാത്തവൻ പെട്ടെന്ന് വീണു മരിച്ചു പോകുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ നാളെ ഉണ്ടാവുമോ? എന്താ വെടികൊണ്ടതുപോലെ ഉണ്ടാവുമോ? നിങ്ങളൊക്കെ മരിക്കുവോ? ഇൻഷാ അല്ലാഹ് പറയല്ലേ കാക്ക, സംശയമുള്ള കാര്യത്തിലല്ലേ ഇൻഷാ അല്ലാഹ് പറയണ്ടേ. നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നിനക്ക് മരണം അടുത്തിട്ടുണ്ടെന്ന്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ചിരിക്കാൻ പറഞ്ഞതല്ല, മരണത്തിന് അടയാളം ഇല്ലേ? ഉണ്ട്. പെട്ടെന്ന് വീണു മരിച്ചുപോയി ഉസ്താദെ. ആര് പറഞ്ഞു? ഞാനതിനോട് ഉൾക്കൊള്ള. ചിലർ പറയും, ഈ അടുത്ത് എവിടെയോ പോയപ്പോൾ പറഞ്ഞു, ഈ വീട്ടിലെ ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചുപോയി ഉസ്താദെ. ഞാൻ ചോദിച്ചു, എത്ര വയസ്സുണ്ട്? 55 വയസ്സുണ്ടെന്ന്. 55 വയസ്സുള്ളവന് ചെറുപ്പക്കാരനെന്ന് ആരാപ്പാ പറഞ്ഞേ? 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരൊക്കെ ഒന്ന് കൈപൊട്ടി പൊക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനല്ല, പൊക്കിക്കോ. സുബ്ഹാനല്ലാഹ്, നിന്റെയൊക്കെ കാര്യത്തിൽ തീരുമാനമായിട്ടാ. കഴിഞ്ഞു, ഉസ്താദന്മാർ പൊക്കണ്ടാട്ടാ. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സുലൈമാൻ നബി ഓതിയ ആയത്ത് ഓതിയിട്ട് നീ റെഡിയായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 40 വയസ്സ് കഴിഞ്ഞാൽ വിളഞ്ഞ് വെട്ടാറായിട്ടുണ്ട്, ഒരുങ്ങിക്കോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. 40 വയസ്സുകാരൻ തെറ്റ് ചെയ്ത 2 അടി കൂടുതലാ. അതാ ശിക്ഷ ഇരട്ടിയാ. ഇപ്പം നിങ്ങളുടെ മരണത്തിൻ്റെ അടയാളം എന്തെന്നറിയോ? ബയാലു ഷൈരിക ബഅദ സവാദി. തലയിലും താടിയിലും നോക്ക്. നിങ്ങളൊക്കെ തലയിലും താടിയിലും നോക്ക്. ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ നീ പോയി കബർ വെട്ടിയിട്ടോ, നിന്റെ സമയമായി. നിങ്ങളുടെ ആരുടെയെങ്കിലും താടിയിലേക്ക് തലയും രോമം നരച്ചിട്ടുണ്ടെങ്കിൽ കഫൻ തുണി വാങ്ങിച്ചൊരുങ്ങിക്കോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞോ. നരച്ച മൊത്തം നരച്ചു ഉസ്താദേ. എടാ, നരച്ചതുണ്ടോ എന്ന് തിരയണമെന്നാ പറഞ്ഞത്. നീ കറുത്തതുണ്ടോ എന്ന് തിരയണം. നിന്റെ മൊത്തം നരച്ചിട്ട് ചിലത് മൊത്തം വടിച്ചടക്ക. എന്താ ആമിനാത്ത, നീ എന്നാ ഈ തലയിൽ തുണിയിടാൻ തുടങ്ങി? അത് മുടി നരച്ചു കഴിഞ്ഞപ്പോൾ. ഇന്നലെ വരെ സാരിയായിരുന്നു, ഇപ്പം പർദ്ദയിട്ട്. കാരണം മുടി നരച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരാളെ ജോലിക്ക് നിർത്തി. എന്തിനെന്നറിയോ? ഉമർ ചിരിക്കുമ്പോൾ അടുത്ത് പോയിട്ട് പറയണം, നീ മരിക്കുമെന്ന്. ഇതിനാ പൈസ കൊടുത്ത് നിർത്തിയേ. ഒരിക്കൽ പറഞ്ഞ് നിന്നെ പിരിച്ചുവിട്ടിരിക്കണു. അപ്പം ചങ്ങാതി ചോദിച്ചു, എന്തിനാപ്പം എന്നെ പിരിച്ചുവിട്ടെ? ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, ഈ താടിയിലെ ഒരു രോമം നരച്ച് ഇതിന് പറയും. മരണത്തിൻ്റെ അടയാളവും മുടി നരയ്ക്കുക. നരച്ചിട്ടുണ്ടെങ്കിൽ കഫൻ തുണിയും വാങ്ങിച്ച് യാത്രയും പറഞ്ഞ് റെഡിയായിക്കോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരായത്ത് നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ കഴിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകനാണ് അവിടെ നിന്ന് പറയുന്നത്. ലോകത്തിന്റെ നേതാവ് അവിടെ നിന്ന് പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഓതിയാ അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതിഫലം പറഞ്ഞു തരാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്തോതുമെന്ന് തീരുമാനിച്ചവര്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ല മരണം കാണുന്നവരാണ്. ഒരുപാട് പേരുടെ നല്ല നല്ല മരണങ്ങൾ കേൾക്കുന്നവരാ. ഒരുപാട് പേരുടെ നല്ല മരണങ്ങൾ കേൾക്കുന്നവരാണ്. പടച്ചവനെ, എത്രയോ പേര് വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവേ വെള്ള തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവച്ചിരിക്കുന്ന മുഖം കണ്ടവരാ, കാഴ്ച കണ്ടവരാ. പടച്ചവനെ, എന്തൊരു ചിരിയാ അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ. അതുകൊണ്ട് ഈ സദസ്സിലിരുന്ന് കൊണ്ട് ഉസ്താദ് ഒരായത്തല്ലേ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തല്ലേ, ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ മരിക്കുന്ന ദിവസം വരെ ഞാൻ ഓതും ഉസ്താദ്. എനിക്ക് ഓർമ്മയുള്ള കാലത്തോളം ഓതുമെന്ന് തീരുമാനിച്ച മുസ്ലിമേ,
നിങ്ങൾ ഇന്ന് മുതൽ ഓതാ തീരുമാനിച്ചോ. നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പറയും ഉസ്താദേ, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാ, എന്റെ ഉമ്മ മരിച്ചത് റമദാൻ മാസത്തിലാ. പെണ്ണെ, നിന്റെ ഉപ്പയ്ക്ക് വെള്ളിയാഴ്ച മരണം കിട്ടിയാ നിനക്കൊന്നും കിട്ടില്ല എന്ന് എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല? നമ്മളൊക്കെ പറയാറുണ്ട്, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച, ഉമ്മ മരിച്ചത് റമദാൻ 27-ന്. എടാ, നിന്റെ ഉമ്മ റമദാൻ 27-ന് മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുമോ? കിട്ടുമോ? നിങ്ങൾ വെടി കൊണ്ടതുപോലെ ഇരിക്കുക. പറ മനുഷ്യ, നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച വാപ്പായ്ക്ക് സ്വർഗം കിട്ടുമോ? നിനക്ക് കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടൂല. പിന്നെന്തിനാ പറഞ്ഞുകൊണ്ട് നടക്കണേ? എടാ, വാപ്പ നല്ല കാര്യം ചെയ്ത് അദ്ദേഹം നല്ലതുപോലെ പോയി, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലാക്കുമാറാകട്ടെ. നീ ആ വാപ്പാടെ മോനാണെങ്കിൽ വാപ്പ വെള്ളിയാഴ്ച മരിച്ചെങ്കിൽ നീ റമദാനിലെ വെള്ളിയാഴ്ച മരിച്ചു കാണിക്ക്. അതാ മോൻ. നീ അങ്ങനെ മരിച്ചു കാണിക്ക്, അതിനുവേണ്ടി പരിശ്രമിക്ക്. അപ്പൊ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കാണുന്നവര് കൊതിക്കും നീ മരിച്ചതുപോലെ മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതിനാ മരണമെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും കിടന്ന് ചത്താ പോരാ, മരിക്കുമ്പോ അന്തസ്സോടുകൂടി മരിക്കണം. അതാ മരണം. മരിച്ചു കിടക്കുമ്പോഴും ഇങ്ങനെ മുഖത്ത് നോക്കണം, ഇതെന്താ അല്ലാഹ് മരണം. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വീടിനകത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ ശത്രുക്കൾ വീടിനകത്ത് കയറി വന്ന് കൈവെട്ടി മാറ്റി, ശരീരം മുഴുവനും വെട്ടി നുറുക്കി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ ഷഹീദായേ. പക്ഷെ ഉസ്മാൻ തങ്ങൾ മരിച്ചെന്ന് കേട്ടപ്പോ ഒരു ശത്രു കാണാൻ വന്ന് മുഖത്തിട്ടിരുന്ന തുണി അങ്ങോട്ട് ഉയർത്തിയിട്ട് മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോടാന്ന് പറഞ്ഞിട്ടാ തല്ലിയെ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ശരീരം മുഴുവനും വെട്ടുകൊണ്ട് ഷഹീദായി മരിച്ചു കിടക്കുമ്പോ ഒരു ശത്രു വന്നിട്ട് മുഖത്തിട്ടിരുന്ന തുണി ഉയർത്തിയപ്പോഴും ഉസ്മാൻ തങ്ങളുടെ ആ മുഖത്തെ ചിരി കണ്ടിട്ട് അവൻ തല്ലി. മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോട്. അതാ മരണം. അതാ മരണം. മഹാനായ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല കഴുകുമരത്തിൽ കയറ്റിയിട്ട് തൂക്കിയ കൊന്നേ. നാക്കിങ്ങനെ കടിച്ചു പിടിച്ചിട്ടല്ല കടന്നേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ അന്ന് ശത്രുപക്ഷത്ത് നിന്ന ഒരു സഹാബി മുസ്ലിമായിട്ട് പറയാ, അന്ന് ഞാൻ മുസ്ലിമായത് ഹുബൈബിന്റെ ചിരി കണ്ടിട്ടാ. കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുമ്പോഴും ആ ഹുബൈബ് ചിരിക്കുന്നത് കണ്ടിട്ടാ ഞാൻ മുസ്ലിമായേ. അതാ മരണം. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുർആനിനെ നിങ്ങൾ നെഞ്ചത്ത് വെച്ചാൽ വെറുതെ ആവില്ല. നിങ്ങൾക്ക് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ സ്നേഹിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ, ആ ഖുർആനിന് നിങ്ങൾ എല്ലാം ഓതിയില്ലെങ്കിലും ഒരായത്തെങ്കിലും ഓതാൻ നിങ്ങൾ തയ്യാറായ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല മരണമാ, ഈമാനുള്ള മരണമാ. നിന്റെ മയ്യത്ത് കാണുന്നവർ കൊതിക്കുകയാ, നിന്റെ മയ്യത്ത് കാണുന്നവർ കൊതിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ, തന്റെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം പോലും വീടിന്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വീട് ശത്രുക്കൾ വളഞ്ഞിരിക്കുമ്പോ അല്ലാഹുവേ ഉളുവെടുത്ത് കുളിച്ചൊരുങ്ങിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശത്രുക്കൾ വീടിന്റെ വാതിൽ തീയിട്ടിട്ട് വീടിനകത്ത് കയറി വന്ന ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ തങ്ങളെ വെട്ടുന്നത്. ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തമിങ്ങനെ താഴെ വീഴുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന്റെ മുകളിൽ പെങ്ങളെ പഠിക്കണം. പെങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യർ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? വീടിനകത്തിരുന്ന മഗ്‌രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഖുർആൻ ഓതേണ്ട സമയത്ത് സീരിയലിലെ പെണ്ണിന്റെ കണ്ണുനീര് കണ്ടുകൊണ്ട് കൂടെ കരയുന്ന ഉമ്മ, നിനക്കത് മനസ്സിലാകില്ല പെങ്ങളെ. പ്രായം ചെന്ന മുടി നരച്ച ഉമ്മമാര് മഗ്‌രിബുമില്ല ഇശായുമില്ല
മറുപടിയുമില്ല. പടച്ചവനെ ടിവിയും കണ്ടുകൊണ്ട് സീരിയൽ കണ്ടുകൊണ്ട് കരയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്കൊരുപാട് മഹദിമാരുടെ ചരിത്രം അറിയുമല്ലോ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ, ഇന്ന് വരെ ആരാണ് നഫീസ എന്ന് നീ പഠിച്ചിട്ടുണ്ടോ? നിന്നെ പോലെ വിചാരമുള്ള മോഹങ്ങളുള്ള സ്വപ്നങ്ങളുള്ള ആഗ്രഹങ്ങളുള്ള, നിന്നെ പോലെ പച്ചയിറച്ചിയുണ്ടായിരുന്ന പെണ്ണാണ് നഫീസ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ആരായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തകാസുർ ഓതിയിട്ട് അതാ പ്രഭാഷണം നടത്തുന്ന മനുഷ്യനവിടെ ഇരുന്ന് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ബോധം കെട്ട് താഴെ വീഴുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇന്ന് വരെ സീരിയൽ കണ്ടിട്ട് കരയുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് ബോധുന്നത് കേട്ടിട്ട് നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? നിനക്കതിന്റെ വിലയറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നു. സ്വഹാബാ, സൂറത്തു തകാസുർ ഓതു സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ബോധാൻ പറയുമ്പോ സ്വഹാബി അവിടെ ഇരുന്ന് കൊണ്ട് ബോധുകയാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുബ്ബ കല്ലാ സൗഫ തഅലമൂൻ. അല്ലാഹുവിന്റെ റസൂൽ കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. പടച്ചവനെ സൂറത്ത് ഓതി കഴിഞ്ഞപ്പോ റസൂലുള്ള ചോദിക്കുന്നു, സ്വഹാബ നിങ്ങളാരും കരയാത്തതെന്താ? കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു രണ്ടാമത് മോദാർ. സ്വഹാബികൾ ഓതാൻ തുടങ്ങി, റസൂലുള്ള കരയാൻ തുടങ്ങി, കൂടെ ചിലരൊക്കെ കരയാൻ തുടങ്ങി. ഓതിക്കഴിഞ്ഞപ്പോ ചോദിച്ചു, കരയാത്തവരോട് നിങ്ങൾ കരയാത്തതെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ കരച്ചല് വരുന്നില്ലേ, കരച്ചല് വരുന്നില്ലേ? കരയുന്നവരെ പോലെ അഭിനയിക്ക് സഹാബ. അൽഹാക മുത്തകാസുർ എന്ന് പറയുന്ന പത്തായത്തുള്ള ഈ ഒരു സൂറത്തുണ്ടല്ലോ, ഇതോതുമ്പോ കരയണം ചെറുപ്പക്കാരാ, ഇതോതുമ്പോ കരയണമടാ. കരച്ചല് വരുന്നില്ലെങ്കിൽ അഭിനയിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുകയാ. വെറുതെയാകില്ല, വെറുതെയാകില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തു തകാസുർ ഓതുന്ന സമയത്ത് കരഞ്ഞ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള ഒരു മരണമാണ്. ഇരിക്കുന്ന 10 മക്കളുണ്ടല്ലോ, ചെറിയ പ്രായത്തിൽ പടച്ചവര് 10-12 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ഈ മക്കള് മാതാപിതാക്കളുടെ കൂടെ വീടിനകത്ത് കളിച്ച് ചിരിച്ച് നടക്കേണ്ട പ്രായമാണ്. ഈ പൊന്നുമക്കളെല്ലാം വിട്ടിട്ട് പടച്ചവനെ ഖുർആൻ പഠിക്കാമെന്ന് കിടക്കുന്നത് വെറുതെയല്ല. ഇരിക്കുന്ന മക്കളൊക്കെ മരിക്കുമ്പോ സ്വർഗത്തിന്റെ വീട് കാണുകയാണ്. അല്ലാഹു നാളെ അവന് സ്വർഗത്തിൽ കൊടുക്കുന്ന ഇരിപ്പിടമുണ്ടല്ലോ, അവന്റെ വീടുണ്ടല്ലോ, അത് കണ്ടിട്ടാ മരിക്കുന്നത്, അത് കണ്ടിട്ടാ മരിക്കുന്നത്. ഈ മക്കളുടെ മുഖത്ത് നോക്കുന്നവന് കൊതിക്കുകയാ, ഇതെന്ത് മരണമാണല്ലോ, ഇവൻ ഉറങ്ങുകയാ അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ, എന്തൊരു പുഞ്ചിരിയാ അല്ലാ. മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നവര് പറയുകയാ, ഇന്നലെ വരെ ജീവിച്ചിരുന്നപ്പോ നിന്നെ കുറിച്ച് മോശമായി പറഞ്ഞവൻ, നിന്നെ കളിയാക്കിയവൻ, നിന്നെ പരിഹസിച്ചവൻ, നിന്നെ നാണം കെടുത്തിയവൻ, നിന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞവൻ, എടാ ഇവിടത്തെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമല്ലോ നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ. നാട്ടുകാർ മുഴുവനും നിന്നെ അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എല്ലാവരും
പോകുന്നത് കാണുമ്പോ ഇവനും വിചാരിക്കും ഞാൻ പോകാതിരുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും. അങ്ങനെ അവനും വരികയാണ്. അവസാനം വീടിന്റെ അകത്ത് ക്യൂ നിന്ന് കേറി വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തിയിട്ട് അവൻ നിന്റെ മുഖത്ത് നോക്കുന്നു. അല്ലാ, എന്തൊരു മരണമാ അല്ലാ, എന്തൊരു മരണമാ അല്ലാ. ഇന്നലെ വരെ ജീവിച്ചിരുന്നപ്പോ നിന്നെ കുറ്റം പറഞ്ഞവർ ഇറങ്ങിപ്പോയപ്പോ പറഞ്ഞത് എന്തെന്നറിയോ? ഇറങ്ങിപ്പോയപ്പോ ജനങ്ങളോട് പറഞ്ഞത് എന്തെന്നറിയോ? മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മരണം വേണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കളെ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൊണ്ടുവച്ച അല്ലാഹുവേ, മണ്ണ് തിന്നൂലല്ലോ, പുഴുക്കള് തിന്നൂലല്ലോ, കബറടക്കിയതുപോലെ ഖിയാമത്ത് നാൾ വരെ കിടക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഖുർആൻ പഠിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ ചരിത്രം അറിയാത്ത ആരുമില്ലല്ലോ. പഠിച്ചവനെ 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36ാമത്തെയോ 38ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. കുറച്ചു കാലമേ മുസ്ലിമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ഈ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. എടാ ചെറുപ്പക്കാരാ, കയ്യിലെണ്ണാവുന്ന വർഷക്കാലം മുസ്ലിമായി ജീവിച്ച ഒരു സ്വഹാബി മരിച്ചപ്പോ ഈ പ്രപഞ്ചം മുഴുവനെ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം പോലും അവിടെ നിന്ന് വിറയ്ക്കുകയാണ്. പടച്ചവനെ, എല്ലാവരും കരയുകയാ, എല്ലാവരും കരയുകയാ. സഅദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, വല്ലാത്ത പുഞ്ചിരിയാ. കാണുന്നവർ കൊതിക്കുകയാ, കാണുന്നവർ കണ്ണെടുക്കാതെ നോക്കുകയാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം അങ്ങനെയായിരുന്നു. വല്ലാത്തവര് മരണമായിരുന്നു. ജനങ്ങൾക്ക് കൊതി തോന്നുന്ന ഒരു മരണമായിരുന്നു. പടച്ചുറപ്പേ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അവിടുന്ന് തന്റെ ജനാസ മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തള്ളവിരൽ കുത്തിയിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. പടച്ചവനെ, ജനാസ ചുമന്ന സ്വഹാബികൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. എന്തിനാ നബിയേ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, എനിക്ക് സ്ഥലമില്ല സഹാബാ, കാലുകുത്താൻ എനിക്ക് സ്ഥലമില്ല. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നു. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. തിരക്ക് കാരണം എനിക്ക് സ്ഥലം കിട്ടുന്നില്ല. ജനാസ ചുമന്നു കൊണ്ടുപോകാൻ അല്ലാഹുവേ, മയ്യത്തിന് ഭാരമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? ചുമന്നത് മലക്കുകളാണ് സഹാബ. ആ സ്വഹാബിയുടെ ജനാസ ചുമന്നത് മലക്കുകളാണ്. പടച്ചവനെ, പ്രവാചകൻ അവിടുന്ന് തള്ളവിരൽ കുത്തിയിട്ട് നടന്നു പോയെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കബർ കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്കൂ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ കബറടക്കുന്നതിന് വേണ്ടി കബർ കുടിക്കുമ്പോ മണ്ണിന് പോലും സുഗന്ധമാ,
മണ്ണിന് പോലെ സുഗന്ധമാ. അല്ലാഹുവേ, ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഖബറിന്റെ പണിയൊക്കെ പൂർത്തിയായി അവസാനം മണ്ണ് തുടയ്ക്കുകയാണ്. ഖബറിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് മണ്ണ് തുടയ്ക്കുകയാ. സുഗന്ധം കേട്ടപ്പോ, സുഗന്ധം അടിക്കുന്നത് ശ്വസിച്ചപ്പോ ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാ. അല്ലാഹുവേ, ഖബറടക്കി എല്ലാവരും പിരിഞ്ഞുപോയി. ഈ ഖബർ കുടിച്ച മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ കുടിക്കുമ്പോ ഖബറിനകത്ത് നിന്ന് വാരിയ മണ്ണുണ്ടല്ലോ, വീടിനകത്ത് മുഴുവനും സുഗന്ധമാ. വീടിനകത്ത് മുഴുവനും സുഗന്ധമാ. അല്ലാഹുവേ, അതാ ചരിത്രം പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഈ ഖബർ കുടിച്ച മനുഷ്യനെ അവിടുന്ന് സ്വപ്നം കാണുകയാ. അവിടുന്ന് ഖബർ കുടിച്ച മനുഷ്യനെ അവിടുന്ന് സ്വപ്നം കാണുകയാ. അവിടുന്ന് ചോദിച്ചു, സഅദേ, നീ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, നീ എല്ലാവരും കരയുന്ന ദിവസം ചിരിച്ചല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ സഅദേ, നിന്റെ ജനാസ ചുമന്നത് മലക്കുകളാണല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് പോലും നടക്കാൻ സ്ഥലം കിട്ടിയില്ലല്ലോ. അവിടെന്ന് പോയിക്കുന്നു സഅദേ, ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമാ. ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമാ. എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് ഈ പ്രതിഫലം നേടിയത്? എങ്ങനെയാണ്? എന്ത് ചെയ്തിട്ടാ സഅദ് ഈ പ്രതിഫലം നീ നേടിയത്? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ആ ഖബർ കുടിച്ച മനുഷ്യനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും ഞാൻ ഓതിയ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓതിയതിന് റബ്ബ് എനിക്ക് തന്നതാ. ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തതിന് എനിക്ക് റബ്ബ് തന്ന പ്രതിഫലമാ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, വാപ്പാ വെറുതെയാകില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് ഈ ആയത്ത് നിങ്ങൾ ഓതിയാ ഒരു നഷ്ടവുമില്ല, ലാഭമല്ലാതെ ഒരു നഷ്ടവുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, സൂറത്തു തകാസുറൂദ്, പെങ്ങളെ കരമോള് സീരിയൽ കണ്ടിട്ട് കരഞ്ഞാ നീ നരകത്തിലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് അൽഹാഖ് മുത്തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതുമ്പോ കരയുന്നവരെ പോലെ അഭിനയിച്ചാ മതി, കരയുന്നവരെ പോലെ അഭിനയിച്ചാ മതി. അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. ആ സഹാബി ചിരിച്ചു. കണ്ടവർ മുഴുവനും അവിടുത്തെ മരണം കണ്ടു കൊതിച്ചു അങ്ങനെ മരിക്കാൻ. ജനാസ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് ചുമന്നവർ പറഞ്ഞു ഭാരമില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തള്ളവിരൽ കുത്തിയിട്ട നടന്നുപോയെ. ഖബർ കുടിച്ച മനുഷ്യൻ നോക്കുമ്പോൾ മണ്ണിന് സുഗന്ധം. ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചു. തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ അത് കസ്തൂരിയുടെ വാസന. അവസാനം സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു, സഅദേ, ഈ പ്രതിഫലം കിട്ടിയത് എങ്ങനെ? ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് വാങ്ങിയതാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യ്. കാശ് കൊടുക്കണ്ടല്ലോ. എല്ലാ ദിവസവും അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും കണ്ടോത്, കാണാതെ ഓതണ്ട. അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നിന്റെ വീടിനകത്ത് വെച്ചിരിക്കുന്ന ഖുർആൻ തുറന്നോത്. എടുത്താൽ ആ ഖുർആനിൻ്റെ ദുആ കിട്ടും, ഇല്ലെങ്കിൽ ആ ഖുർആൻ കരയും. അവസാനം നിന്റെ വീട് തന്നെ നശിച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം, ഓതിക്കൂടെ? അതിനും കാശ് വേണോ? ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹുവേ, ഈ സദസ്സിലിരുന്നു കൊണ്ട് ആര് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ടോ, മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി പറ ഇൻഷാ അല്ലാഹ്.
പോരാ? കറക്റ്റ് 11 മണി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ടൈം ടു ടൈം എന്നല്ലേ, കറക്റ്റ് 11 മണി. ഇതാണ് അൽഹംദുലില്ലാ, ഇതല്ല സമയം കറക്റ്റായി. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പോൾ ഒരായത്ത് പറഞ്ഞു തരട്ടെ, ഓതൂല്ലേ? ഏതായത്താ? ഏതായത്തപ്പ ഖുർആനിൽ അത്രയ്ക്കും മഹത്വമുള്ള ആയത്ത് ഏതാ?